ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഴ്ചഫലത്തെക്കുറിച്ചാണ്. 2024 ജൂൺ മാസം 23-ാം തീയതി മുതൽ 29-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ് പറയുന്നത്. മലയാള കണക്കനുസരിച്ച് കൊല്ലവർഷം 1199, മിഥുനമാസം 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലം. അത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത്. മേടം രാശിയിൽ ചൊവ്വ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ വ്യാഴം ഇടവത്തിലും, ആദിത്യനും ബുധനും ശുക്രനും മിഥുനം രാശിയിലും, കേതു കന്നി ശനി കുംഭത്തിലും, രാഹു മീനം രാശിയിലും സ്ഥിതി ചെയ്യും. ചന്ദ്രൻ പൊതുവെ പക്ഷബലം ഉയർന്നു നിൽക്കുന്ന ഒരു ആഴ്ചയും കൂടിയാണ്. ഇങ്ങനെയുള്ള ഈ ആഴ്ച പൊതുവെ നല്ല വരമാണ്. സാമാന്യേന എല്ലാവർക്കും നല്ല അനുഭവങ്ങൾ കിട്ടേണ്ട ഒരു യോഗമൊക്കെ ഉണ്ട്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി. അതായത് വിവാഹ തടസ്സമായാലും, സന്താന കാര്യങ്ങളിലെ തടസ്സമായാലും, തൊഴിൽ തടസ്സമായാലും, വിദേശ കാര്യങ്ങളിൽ പോകുന്ന തടസ്സങ്ങളോ ടെസ്റ്റുകളൊക്കെ പാസ്സാകുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനുമൊക്കെ ജാതകം നോക്കി വിശകലനം ചെയ്ത് ഓൺലൈനായിട്ടൊക്കെ അറിയുവാൻ അവസരമുണ്ടായിരുന്നു. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ ഈ ആഴ്ച വളരെ നല്ല ഗുണാനുഭവങ്ങളാണ് വന്നു ചേരുക. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. അതുപോലെ തന്നെ പ്രധാനമാണ് തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു ആഴ്ചയും കൂടിയാണ്. സുഹൃത്തുക്കളെ കൊണ്ടും സഹോദര സ്ഥാനീയരെ കൊണ്ടും സഹായങ്ങൾ ലഭിക്കുന്ന ആഴ്ച. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യാവസ്ഥകൾ ഉള്ള ഒരു ആഴ്ചയാണ്. ദൈവാധീനമുണ്ട്. എന്നിരുന്നാലും തൊഴിൽ സ്ഥാനത്ത് ശനി സ്ഥിതി ചെയ്യുകയാൽ തൊഴിൽപരമായ ക്ലേശങ്ങളും അലസതയും ഒക്കെ ഉണ്ടാകുകയും അതുവഴി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനും സൂചനയുണ്ട്. ദൈവാധീനം ഉള്ളതിനാൽ ഒരു പരിധി വരെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നതാണ്. പ്രണയിക്കുന്നവർക്കും കുടുംബജീവിതം നയിക്കുന്നവർക്കും ഒക്കെ, സ്ത്രീകളായാലും പുരുഷന്മാരായാലും നല്ല ഒരു ആഴ്ചയാണ്. സംസാരത്തിലെ ദേഷ്യം നിയന്ത്രിക്കേണ്ടതാണ്. സഹപ്രവർത്തകരെയൊക്കെ കൂടെ നിർത്തുവാൻ വളരെയധികം ശ്രദ്ധിക്കണം. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. അതായത് ദൈവാധീനം കുറഞ്ഞു നിൽക്കുന്നു. കൂടാതെ ദുർബുദ്ധി സ്ഥാനാധിപത്യമുള്ള ആദിത്യൻ രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുമ്പോൾ ദുരിതസ്ഥാനാധിപൻ കൂടി ഉള്ളതിനാൽ ഭാഗ്യം കൊണ്ടും ദൈവാധീനം കൊണ്ടും പല ദോഷങ്ങളൊക്കെ മാറിപ്പോകും. എങ്കിലും ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്.
കുടുംബത്ത് അലോസരതകൾ ഉണ്ടാകുക, തൊഴിൽ സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, ഇതൊക്കെ ഈ വാരം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യപൂർണവും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും സൽക്കാരങ്ങളിൽ പങ്കാളികളാകുന്നതിനും ഒക്കെ ഉള്ള യോഗം വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുന്നതുമാണ്. കർക്കിടകം രാശിക്കാരായ പുണരത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം, ഇവർക്ക് വളരെയധികം ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. തൊഴിൽപരമായ അഭിവൃദ്ധി വന്നു ചേരും, സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ച് വിദേശത്ത് പോകുവാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് വിദേശത്ത് പോകുവാനും സൽക്കാരങ്ങളിലൊക്കെ സൽക്കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും തൊഴിൽ പുരോഗതി വന്നു ചേരുന്നതോടൊപ്പം വിദ്യാവിജയവും വന്നു ചേരുകയും ദാമ്പത്യ ജീവിതത്തിലും ഐശ്വര്യപൂർണമായി കൊടുക്കൽ വാങ്ങലൊക്കെ നടത്തുന്നത്, വലിയ തുകയുടെയൊക്കെ കൊടുക്കൽ വാങ്ങൽ നടത്തുന്നത് വളരെ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യവുമാണ്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂര ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ദൈവാധീനമുള്ള ആഴ്ച. തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് ചില പിഴവുകൾ അവരവരുടെ ഭാഗത്തു നിന്നുണ്ടാകാതെ നോക്കിയാൽ നല്ല രീതിയിലുള്ള ഒരു വിജയം വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ് ചിങ്ങം രാശിക്കാർക്ക്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയവും തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ വിജയവും അതുപോലെ തന്നെ തൊഴിൽ ചെയ്ത് സാമ്പത്തികം നേടും, അപ്രതീക്ഷിതമായ ധനാഗമന യോഗം അതൊക്കെ സൂചകമാണ്. ഭൂമി സംബന്ധമായിട്ട് ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ്. വസ്തു തർക്കങ്ങളോ കോടതിയൊക്കെ കയറാതെ വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ്. കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും ചിത്രയുടെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഇവർക്ക് നല്ല ദൈവാധീനമുണ്ട്. ഭാഗ്യസ്ഥാനത്ത് സർവേശ്വരകാരകനായ വ്യാഴം സ്ഥിതി ചെയ്യുന്നതിനാൽ വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും വളരെ ഐശ്വര്യപൂർണമാണ്. മാതാവിനും മാതൃ സഹോദരനും അഭിവൃദ്ധി ഉണ്ടാവും. ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം, എങ്കിലും പൊതുവെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുന്നതുമാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന ആഴ്ച. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ നല്ല അവസരങ്ങൾ വന്നു ചേരുന്ന ആഴ്ച. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. ഏറ്റവും പ്രധാനം കടങ്ങളൊക്കെ അധികം വന്നു ചേരാതെ ശ്രദ്ധിക്കുക. എഗ്രിമെൻ്റ് പേപ്പറുകളിൽ ഒപ്പുവയ്ക്കുന്നത് വളരെ ശ്രദ്ധിക്കുക. ജാമ്യം നിൽക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. സാമ്പത്തികം മുടക്കി പുതിയ സംരംഭങ്ങൾ, വലിയ സംരംഭങ്ങളൊന്നും ആരംഭിക്കാതിരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക, വിജയങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് വിജയം വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായിട്ട് അധ്വാനത്തിനനുസരിച്ച് വേതനം കിട്ടിയില്ല എങ്കിലും തൊഴിൽ പുരോഗതി വന്നു ചേരുന്ന ഒരു ആഴ്ചയും കൂടിയാണ് ഈ ആഴ്ച. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് കണ്ടകശനിയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിലും പൊതുവെ വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. തൊഴിൽ പുരോഗതി വന്നു ചേരുക, സാമ്പത്തിക നേട്ടമുണ്ടാകുക. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുന്നതിനും സന്താനങ്ങളോടൊക്കെ ഒത്ത് സന്തോഷപ്രദമായിരിക്കുന്നതിനുമൊക്കെ പ്രായമായ മാതാപിതാക്കൾക്ക് ഒക്കെ യോഗമുണ്ട്. പ്രണയിക്കുന്നവർക്കും നല്ല ഒരു ആഴ്ചയാണ്. ഉയർന്ന ഭാഗ്യാവസ്ഥകൾ വന്നു ചേരത്തക്ക രീതിയിലുള്ള പ്രണയങ്ങൾ വന്നു ചേരുവാൻ ഈ
വൃശ്ചികം രാശിക്കാർക്ക് യോഗമുണ്ട്. പ്രധാനമായിട്ടും ഇവരുടെ ദോഷം അലസതയാണ്. അലസത വെടിഞ്ഞ് പ്രവർത്തിക്കുക, വിജയങ്ങൾ, സാമ്പത്തിക അഭിവൃദ്ധിയും വന്നു ചേരുന്നതുമാണ്. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം മുടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഉയർന്ന ഭാഗ്യാവസ്ഥയുള്ള സന്ദർഭമാണ്. എന്നിരുന്നാലും സർവേശ്വരകാരകനൻ്റെ അനിഷ്ടഭാവം 6-ാം ഭാവത്തിലെ സ്ഥിതി അത്ര നല്ലതല്ല. എങ്കിലും കടം വരുത്തിയിട്ടായാലും ഒരു ഗൃഹം പുതുക്കി പണിയുന്നതിനോ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ഗൃഹം വന്നു ചേരുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനോ ഭൂമി വന്നു ചേരുന്നതിനോ ഒക്കെ യോഗമുണ്ട്. പിന്നീട് അത് കടം വീടുന്നതുമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. അതുപോലെ തൊഴിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തൊഴിൽ മാറ്റി ചിന്തിക്കാതിരിക്കുക. ഇപ്പോൾ ചെയ്യുന്ന തൊഴിൽ കുറച്ച് നിന്ന് മുൻപോട്ട് പോവുക, വിജയങ്ങൾ വന്നു ചേരും. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. അവരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്ന ഒരു ആഴ്ചയാണ്. ഭാഗ്യസ്ഥാനത്ത് സർവേശ്വരകാരകനായ വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ ഭാഗ്യാധിപന്റെ സ്ഥിതിയും വളരെ നല്ലതാണ്. കടങ്ങളൊക്കെ വീടുന്നതിനും അതുപോലെ നിയമപരമായ പ്രശ്നങ്ങളിലൊക്കെ പെട്ട് നിൽക്കുന്നവർ അതിൽ നിന്നൊക്കെ മുക്തരാകുന്നതിനും പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിച്ച് പ്രവർത്തിച്ച് വിജയിക്കുവാൻ തുടക്കം കുറിക്കാൻ പറ്റുന്ന ഒരു ആഴ്ചയും കൂടിയാണ്. തീരുമാനങ്ങൾ എടുക്കുക, പോസിറ്റീവായ തീരുമാനങ്ങൾ വിജയത്തിലേക്ക്. തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും. കുടുംബപരമായിട്ടും നല്ലതാണ്. ദാമ്പത്യ ജീവിതത്തിലും പൊതുവെ ഐശ്വര്യങ്ങൾ വന്നു ചേരും. പ്രായമായ മാതാപിതാക്കൾക്കൊക്കെ മക്കളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നതിനും യോഗം. സംസാരം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. അവരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. ജന്മത്തിൽ 7ര ശനി അനുഭവിക്കുന്നത് കൂടാതെ 2ാമിടത്ത് രാഹു, വാക്കിൻ്റെ സ്ഥാനത്ത് രാഹുവും ഭാഗ്യസ്ഥാനത്ത് ആഗ്നേയഗ്രഹ ബന്ധവുമൊക്കെ ഉള്ള ഈ സന്ദർഭം ചൊവ്വായെ ശനി കൂടി ദൃഷ്ടി ചെയ്യുന്നതിനാൽ അധിക സാഹസികമായ കാര്യങ്ങളിൽ ഒന്നും ഇടപെടാതിരിക്കുക. സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരുമൊക്കെ സഹായത്തിന് ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. കലാകാരന്മാരായിരിക്കുന്നവർക്കും വളരെ അഭിവൃദ്ധികൾ വന്നു ചേരും. അതുപോലെ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ലതാണ്. സ്വന്തം പേരിൽ ഭൂമി വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുള്ള ആഴ്ച. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ല ആഴ്ച. മീനം രാശിക്കാരായിരിക്കുന്ന ഊർട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു. ആയതിനാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. നാഗരാജ പ്രീതികരമായ കാര്യങ്ങൾ അനിവാര്യമാണ്. ഞരമ്പ് സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് യൂട്രസ് സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുക, അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകാം. വളരെ ജാഗ്രത പാലിക്കുക. ഗൃഹസംബന്ധമായിട്ടും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുമൊക്കെ നല്ല കാലം. പഠിച്ച വിദ്യക്കനുസരിച്ച് യുവതി യുവാക്കൾക്ക് ഒരു നല്ല ജോലി ലഭിക്കുന്നതിനൊക്കെ നടക്കുന്ന ഒരു ആഴ്ച. കൂടാതെ സാമ്പത്തിക അഭിവൃദ്ധിയും വന്നു ചേരുന്ന ധനം ആഡംബര കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാതെ വളരെ സ്വസ്ഥചിത്തരായിട്ട് ഇരിക്കുക. പ്രധാനമായിട്ടും ദോഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞ നക്ഷത്രക്കാർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും
അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും പിതൃപ്രീതികരമായിട്ട് പിതൃ നമസ്കാരത്തിനൊക്കെ കൊടുക്കുകയും കൂടാതെ നാഗരാജ പ്രീതികരമായിട്ട് സർപ്പക്കാവിൽ മഞ്ഞപ്പൊടിയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. ദേഷ്യമൊക്കെ ഉള്ള വ്യക്തികളായാലും അഭിപ്രായ വ്യത്യാസമുള്ളവരുമൊക്കെ മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്താൽ പിണക്കങ്ങളൊക്കെ വിട്ടുമാറി ഐശ്വര്യത്തോടുകൂടി കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.